ഫൈനലി നമ്മുടെ ജനനായകൻ റിലീസ് ആയിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പടം കണ്ടു. ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. ജനുവരി 9 റിലീസ് ആവേണ്ട പടമായിരുന്നു. ഞാൻ ജനുവരി 9 തന്നെ ടിക്കറ്റ് എടുത്തിരുന്നതാണ്. അപ്പോഴേക്കാണ് തലേ ദിവസം ടിക്കറ്റ് ക്യാൻസൽ ആയത്. വിജയുടെ ലാസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. പക്ഷെ അപ്പോഴേക്കും എല്ലാം ക്യാൻസലായി. ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് മുതലേ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇനി എപ്പോഴാണ് റിലീസ് ആവുന്നത് നോക്കി. മിക്കപ്പോഴും എന്റെ ഗൂഗിൾ സെർച്ച് ഫുള്ള് ജനനായകൻ റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞായിരിക്കും. ഏകദേശം ഒരു ഡേറ്റ് കൺഫേം ആവുന്നവരെയും മിക്കപ്പോഴും ഞാൻ ഡെയിലി ചെക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഡേറ്റ് കൺഫേം ആയതിനു ശേഷം പിന്നെ ബുക്ക് മൈ ഷോയിൽ ഡെയിലി നോക്കും ഇത് ഓപ്പൺ ആയോ, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സ്ലോട്ട് ഓപ്പൺ ആയോ എന്ന്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഞാനൊരു കണ്ണാപ്പി ഫാൻ ആണ് അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല, പക്ഷെ വിജയുടെ മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് പുള്ളിയുടെ ലാസ്റ്റ് ഫിലിം ആണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റും കൂടി ഈ ഫിലിമിനുണ്ട്. ആൻഡ് ഫൈനലി ജനനായകൻ ഇസ് ഹിയർ. വിജയ് സൂര്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹോൾ ചൈൽഡ്ഹുഡ് തന്നെ ഇവരുടെയൊക്കെ മൂവീസ് കണ്ടിട്ടാണ്. പിന്നെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ എഴുതി കാണിച്ചപ്പോഴേക്കും ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, ടൈറ്റിൽ കാർഡൊക്കെ പ്ലേ ചെയ്തപ്പോൾ അമ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഫാൻസ് ഒക്കെ ആയിരുന്നു. ദളപതി കച്ചേരി പാട്ടൊക്കെ ഇട്ടപ്പോ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു തിയേറ്ററില്. വിജയുടെ കുറെ ഡാൻസ് പെർഫോമൻസസ് ഉണ്ടായിരുന്നു. വൺ ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ ലിറ്ററലിയും കൂടി അത് കറക്റ്റ് ആയി. പുള്ളിയുടെ കരിയറിലെ ഒരുപാട് ഹിറ്റ് സോങ്സിന്റെ ഒരു ഫ്യൂഷനും കൂടി ഉണ്ടായിരുന്നു. വിജയ് ഫാൻസിന് ഒരു വലിയ ട്രീറ്റ് ആണ് ഈ മൂവി. പിന്നെ തുടക്കത്തിൽ ചെറിയൊരു ലാഗ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തിരുന്നു. പിന്നെ അങ്ങോട്ട് അത് ബ്ലാസ്റ്റ് ആയി. സെക്കൻഡ് ഹാഫ് ഒക്കെ കിടിലമായിരുന്നു. സെറ്റ് മാസ് മസാല മൂവി. പിന്നെ നമ്മുടെ മമിത ബൈജു ഒരു രക്ഷയില്ലാത്ത ആക്ടിംഗ് ആണ്. വാട്ട് എ സ്ട്രോങ് ഗേൾ. നല്ല കിടിലമായിട്ടുള്ള ഒരു റോളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വിജയുടെ ലാസ്റ്റ് മൂവിയിൽ അഭിനയിക്കാന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യമാണല്ലോ. സിനിമ വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് 18+ ആയിരുന്നു. പക്ഷെ ഒരുപാട് കുഞ്ഞു പിള്ളേരൊക്കെ സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ലിലയില് JB സിനിമാസിലാണ് പോയിരുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു പേരൻസ് ഒക്കെ ആയിട്ട് വന്നതായിരിക്കും. അപ്പൊ വെളിയിൽ നിർത്താൻ പറ്റാത്തതുകൊണ്ട് കയറ്റിയതായിരിക്കും. ഒരു സീറ്റിൽ തന്നെ 2 പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്റർവെലിനൊക്കെ വിജയുടെ സോങ്സ് തന്നെയായിരുന്നു ഇട്ടിരുന്നത്. ആഡ്സ് ഒന്നും കണ്ടില്ല. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഫസ്റ്റിലെ തന്നെ വാർണിംഗ് വരുന്നുണ്ട് 18+ ആണ് എന്ന് പറഞ്ഞിട്ട്. മേ ബി ശ്രദ്ധിക്കാതെ ബുക്ക് ചെയ്തതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മനഃപൂർവ്വം തന്നെ ബുക്ക് ചെയ്തതും ആവാം. പിന്നെ സിനിമയെക്കാളൊക്കെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതും വിഷമമായതും എന്ന് പറയുന്നത് ലാസ്റ്റ് വിജയുടെ പണ്ട് തൊട്ടേ ഉള്ള കുറെ മൂവീസിലേക്ക് കുറച്ച് ക്ലിപ്സ് എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും പാട്ടും എല്ലാം കൂടി ആയപ്പോഴേക്കും കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ബിക്കോസ് ഹി വാസ് പാർട്ട് ഓഫ് ആ ചൈൽഡ്ഹുഡ്. ഒരുപാട് നല്ല സിനിമാസ്, ഒരുപാട് ഡാൻസസ്, ഒരുപാട് സോങ്സ് എല്ലാം തന്നിട്ടുള്ള ഒരു ആക്ടറാണ്. സത്യം പറഞ്ഞാൽ വി ആർ ഹാപ്പി ദാറ്റ് ഹി ഈസ് ദ ചീഫ് മിനിസ്റ്റർ, ബട്ട് സ്റ്റിൽ വെരി സാഡ് അബൌട്ട് ഹിസ് റിട്ടയർമെന്റ്. പിന്നെ കുറച്ചാളുകൾ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് വിജയുടെ ലാസ്റ്റ് ഫിലിം ആണെന്നും നമ്മൾ ആ ഒരു മൂഡിലും പോയിട്ട് കണ്ടാൽ നമുക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇങ്ങനെ ഒരു ചാൻസ് ഇല്ലല്ലോ. കണ്ണിൽ നീർ വടിച്ച പോലെ സിരു തുണിയാ വന്നവരോ നീ. வந்து பிறந்தா தமிழ் மகன் நீ.
ഡാൻസ് പാട്ടൊക്കെ കണ്ടപ്പോഴേക്കും നല്ലപോലെ വിഷമം വന്നു. അത് നമ്മൾ ആ ആക്ടറിന് കൊടുക്കുന്ന റെസ്പെക്ടിന്റെ പേരിലായിരിക്കണം ചിലപ്പോൾ എനിക്ക് അത്രയും വിഷമം വന്നത്. അങ്ങനെ സിനിമയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര തലവേദനയായിരുന്നു. മൈഗ്രെയിൻ ഉള്ളവർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഭയങ്കര തലവേദനയായിരുന്നു. എനിക്കൊരു ബ്ലൂ ബ്ലോക്ക് സ്പെക്സ് ആണുള്ളത്. അത് വെക്കാതെയാണ് ഞാൻ പോയത്. സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ 1:15 ആയിരുന്നു. അപ്പോൾ ഉറക്കത്തിന്റെ എല്ലാം കൂടി ആയപ്പോഴേക്കും ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ വേഗം വന്ന് ഫ്രഷായി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.